ലോകത്തെ ആണവ ശക്തികളിൽ ഒന്നാമതെത്താൻ വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതിനുവേണ്ടി ധാരാളം പരിശ്രമങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ട്. ധാരാളം പുതിയ പുതിയ പദ്ധതികൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ, ഇങ്ങനെ ഈ ആണവ മേഖലയിൽ ഒന്നാമതെത്താൻ വേണ്ടി ഇന്ത്യ സ്വന്തമായി അതീവ രഹസ്യമായി ഒരു ന്യൂക്ലിയർ സിറ്റി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, അത്യാധുനിക ലബോറട്ടറികൾ, ആണവായുധ നിർമ്മാണം, ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ, ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം തുടങ്ങിയവയ്ക്ക് വേണ്ടി ഒരു ന്യൂക്ലിയർ സിറ്റി തന്നെ ഇന്ത്യ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. ഇന്ത്യക്ക് സ്വന്തമായി എത്ര അണ്വായുധങ്ങൾ ഉണ്ട് എന്ന് ഒരു ലോകരാജ്യങ്ങൾക്കും അറിയില്ല. ഇന്ത്യ അത് പുറത്തു വിട്ടിട്ടുമില്ല. ഈ ന്യൂക്ലിയർ സിറ്റി എവിടെയാണെന്ന് അറിയണ്ടേ? ദക്ഷിണ കർണാടകയിലെ ചല്ലകരയിലാണ് ഈ അത്യാധുനിക ന്യൂക്ലിയർ സിറ്റി ഉള്ളത്. ഇങ്ങനെ ഒരു ന്യൂക്ലിയർ സിറ്റി ഇന്ത്യക്കുണ്ട് എന്നും 2012 തുടക്കത്തിലോടെ ദക്ഷിണ കർണാടകയിലെ ചല്ലകരയിൽ രഹസ്യ ആണവശാല ഇന്ത്യ പണി തുടങ്ങിയിട്ടുണ്ട് എന്നും ഒരു ഫോറിൻ പോളിസി വാരികയാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇന്ത്യ ഇതിനെതിരെ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, അത്യാധുനിക ലബോറട്ടറികൾ, ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള യന്ത്ര സാമഗ്രികൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. സൈനികേതര ആണവോർജ ഉൽപാദനമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നും പറയുന്നു. ആണവായുധ നിർമ്മാണവും ഈ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേതാണ്. ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം സൃഷ്ടിക്കുകയാണ് ഈ രഹസ്യ ആണവ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്നാണ് ഈ വാരിക റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ ആദ്യമായി അണുവായുധ പരീക്ഷണം നടത്തുന്നത് 1974 ഈ ന്യൂക്ലിയർ സിറ്റി വളരെ വലിയ വൻ പദ്ധതിയാണെന്നാണ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇത് സംബന്ധിച്ച് രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട്. ഈ നഗരത്തിന് ചുറ്റും നിരവധി ഭക്ഷ്യ എണ്ണ മില്ലുകളും സയൻസ് സിറ്റിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തെ ഓയിൽ സിറ്റി എന്ന് വിളിക്കുന്നു. ആണവായുധങ്ങൾ ഘടിപ്പിച്ച രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യ. അതിനാൽ തന്നെ അത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇന്ത്യക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ രഹസ്യ നഗരത്തെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. ആണവ ശാസ്ത്രജ്ഞർ ഇവിടെ രാവും പകലും രഹസ്യമായി പണിയെടുക്കുന്നുണ്ട് എന്നും പറയുന്നു. 2047 1 ലക്ഷം മെഗാവാട്ട് ആണവോർജം ഉൽപ്പാദിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.